ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോണത് നല്ലൊരു അടിപൊളി മട്ടൻ കറിയാണ് കേട്ടോ. മട്ടൻ കറി എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതുവരെ കഴിക്കാത്ത ഒരു പുതിയ ടേസ്റ്റിലുള്ള അടിപൊളി മട്ടൻ കറിയാണ്. ഇതൊരു കർണാടക സ്റ്റൈലുള്ള കറിയാണ് കേട്ടോ. ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും. പക്ഷെ ഒരുപാട് പേർക്ക് അറിയാത്ത തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. നല്ല മസാലേൻ്റെ നല്ലൊരു ഫ്ലേവറുള്ള സൂപ്പർ കറിയാണ്. എന്നാൽ ഉള്ളി അരിഞ്ഞിട്ടോ ഉള്ളി വാട്ടിയിട്ടോ തക്കാളി അരിഞ്ഞിട്ടോ ഒന്നും സമയം പോവുകയും വേണ്ട. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരു 1/4 മണിക്കൂറൊക്കെ മതിയാവും. അത്രേ ഉള്ളൂ ഈ ഒരു കറി ഉണ്ടാക്കാനുള്ള സമയം വേണ്ടിയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടി ഇന്ന് ഉണ്ടാക്കിയത് പൊറോട്ടയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? അപ്പോൾ എന്നും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഈ ഒരു കറിക്ക് വേണ്ടിയത് മട്ടനാണ്. അപ്പം മട്ടൻ ഞാൻ 1/2 കിലോ മട്ടനാണ് എടുത്തത്. അത് വിത്ത് ബോൺസ് ആണ്. ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ മാറ്റി വെച്ചതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളകാണ്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടി എടുത്താൽ മതി. ഇഞ്ചി അരച്ചത് 1/2 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി അരച്ചതും 1/2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ചെറുനാരങ്ങൻ്റെ നീരാണ്. ഒരു ചെറുനാരങ്ങ എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് ഇതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടിത് അരമണിക്കൂർ മിനിമം നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ. മൂടിയിട്ട് മാറ്റി വെക്കുക അരമണിക്കൂർ. അപ്പോൾ ഫ്രിഡ്ജിൽ തലേന്ന് തന്നെ അങ്ങനെ ആക്കി വെച്ചാലും എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം പച്ചമല്ലിയാണ് ഞാൻ എടുക്കുന്നത്. 2 സ്പൂൺ കേട്ടോ. എൻ്റെ കയ്യിലുള്ള സ്പൂണുകൾ കാണുന്നുണ്ടല്ലോ, സാധാരണ വലിയ സ്പൂണാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തന്നെ നല്ല ജീരകമാണ് ഇട്ടത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക്. പിന്നെ വേണ്ടിയത് 2 കഷ്ണം പട്ട, പിന്നെ 2 ഏലക്കായി, പിന്നെ വേണ്ടിയത് ജാവിത്രി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ജാതിപത്രി എന്ന് പറയും, മെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ബിരിയാണിയിലൊക്കെ ഇടുന്ന ഐറ്റം ഒന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടി ഒരു കൈപ്പിടി കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ്, അതൊരു 1/4 കപ്പ് ഉണ്ടാവും അളവ് പറയുകയാണെങ്കിൽ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ. ഞാനിവിടെ എടുത്ത തേങ്ങ എന്ന് പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങ ഇട്ടാലും മതി. ഒരു ടേബിൾ സ്പൂൺ കേട്ടോ. ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവില്ലാത്തതാണ് ഞാനിവിടെ ഇട്ടത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, നല്ലൊരു കളറ് മാറിയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. കരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയ തീയിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. ഇതിന് ചൂടാറട്ടെ. ഇനിയിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മതി കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉള്ളി, ചെറിയ സൈസിലുള്ള ഒരു ഉള്ളി ഞാൻ വലുതാക്കി മുറിച്ച് വെച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഉള്ളി അരിഞ്ഞിട്ടൊന്നും സമയം പോകണ്ടെന്നുള്ളത്. വലിയ പീസായിട്ട് നമ്മൾ റഫായിട്ട് അരിഞ്ഞ് വെച്ചാൽ മതി. ഒരു ചെറുത് മതി കേട്ടോ. 1/2 കിലോ മട്ടനല്ലുള്ള ഒരു ചെറിയ ഉള്ളിയാണ്. ജസ്റ്റ് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയാൽ മതി. 1 മിനിറ്റ് മാക്സിമം ആണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. 1 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചതാണ്. ഇതിനെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കുക ആദ്യം നമുക്ക്. അപ്പോൾ ഞാനത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണുള്ളത്. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത പോലെയാണ് ഉണ്ടാകുക. നല്ല പൗഡറല്ല. ഇനി ബാക്കിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് ആ എണ്ണയിൽ ഊറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഉള്ളി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഈ ഉള്ളിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കുക കേട്ടോ. പുളിയില്ലാത്ത തൈര് ഒരു 2-2.5 ടേബിൾ സ്പൂണ് തൈര് വേണം. പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. കറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് കട്ടത്തൈര് എടുക്കുക. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ തൈരിൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത പേസ്റ്റാണിത്. ഈ ഒരു പാകത്തിലാണ് ഈ ഒരു മസാല ഉണ്ടാവുക. ഇതാണ് നമ്മളെ ഗ്രേവി. ഇനിയിപ്പോൾ നമ്മൾ ആ സെയിം കുക്കർ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ കുക്കറിൽ നമ്മൾ നേരത്തെ വെച്ച ഒരു ടേബിൾ സ്പൂൺ എണ്ണയിലാണല്ലോ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയത്. അപ്പോൾ അതവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂണും കൂടെ ഓയിൽ വെച്ച് കൊടുക്കുക. ഈ കറിക്ക് ഒരു ഇത്തിരി ഓയിൽ ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരമണിക്കൂർ തേച്ച് വെച്ചിട്ടുള്ള ആ മട്ടൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഫ്രൈ ചെയ്തെടുക്കണം. ആ ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീ നല്ല ഹൈ ഫ്ലെയിം ആക്കി വെക്കുക കേട്ടോ. ഇളക്കി കൊണ്ടിരിക്കുക. അപ്പോൾ എന്താകാന്ന് വെച്ചാൽ ഈ മട്ടനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പം വെള്ളം ഇറങ്ങി വരുന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ മട്ടനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണിത്. ഇതിന് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് വറ്റിയിട്ട് ഒന്ന് കുറുകി വരണം. ഈ ഒരു മട്ടൻ ഒന്ന് റോസ്റ്റ് ആവുകയും ചെയ്യും. എന്നാൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലൊരു കുറുകിയ ചാറോട് കൂടി എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ ആയി വരും. നല്ല കട്ടിയുള്ള സോസായി മാറും. അപ്പോൾ ഒരു 5 മിനിറ്റ് ടൈം എടുക്കും കേട്ടോ ഇതിങ്ങനെ ആവാൻ.
അപ്പോൾ അത് ഏകദേശം ആ ഒരു അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ മട്ടൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. പക്ഷേ വെന്തിട്ടൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് ഒരു അര തക്കാളി കേട്ടോ, ഒരു അര മുറി തക്കാളിയാണ് ഞാൻ അരിഞ്ഞിട്ടത്. അത്ര നമുക്ക് ആവശ്യമുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കുക. അര മതി കേട്ടോ, ചെറിയ തക്കാളിയാണെങ്കിൽ ഒന്ന് എടുത്തോ, അല്ലാന്നുണ്ടെങ്കിൽ അര എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മസാല പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മളെ ഗ്രേവി എന്ന് പറയുന്നത്. ഇതാണ് ഫുള്ളായിട്ടുള്ള മസാല. അതാകുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ്, കറിയാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, ഒരു പ്രയാസവും ഇല്ല. എന്നിട്ട് ഈ ഒരു മസാല കിടന്നിട്ടും ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതും ഒരു 5 മിനിറ്റ് ടൈമൊക്കെ എടുക്കും കേട്ടോ, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് സൈഡിൽ നിന്ന് ആ ഒരു നമ്മൾ വെച്ച മസാലയൊക്കെ വറ്റി വന്ന് കേട്ടോ, ഇങ്ങനെ ആയി വരണം. അതിലുള്ള വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പാകമാവും. ഈ ഒരു രീതിയാകുന്ന വരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ഒരു 5 മിനിറ്റ് ടൈം എടുക്കും എന്തായാലും ഇതിങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ആ മിക്സിയിലേക്ക് തന്നെ ഒരു അരക്കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് നോക്കുക. എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം അരക്കപ്പും കൂടി ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് ആദ്യം ഇളക്കി നോക്കുക കേട്ടോ. എത്ര ഗ്രേവി വേണം നോക്കിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു കട്ടിയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് പോരാത്തതുകൊണ്ട് ഒരു അരക്കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസിലാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ 2 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ മട്ടനിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഗ്രേവിയിലേക്കുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ നല്ലോണം വടിച്ച് ഇതിലേക്ക് തന്നെ ആക്കി കൊടുക്കുക. നമ്മളിനി കുക്കർ മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂടി കൊടുക്കാം. ഇതിപ്പോൾ ഇളയ മട്ടനാണ്. അപ്പോൾ ഇത് വേവാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല. ഞാനൊരു 3 വിസിലാണ് ഇവിടെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ കുക്കറിന് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മട്ടൻ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ മൂടിയിട്ടൊരു 3 വിസിലാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മളെ മട്ടൻ ഇവിടെ വെന്തിട്ടുണ്ട്, ആവിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല നമ്മളെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് ഈ ഒരു കൺസിസ്റ്റൻസി കാണുന്നില്ലേ, ഈ ഒരു കട്ടിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലെത്തി. ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഞാൻ ഒന്നും കൂടെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കസൂരി മെത്തി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പം അങ്ങനെ കൈകൊണ്ട് പൊടിക്കാൻ വേണ്ടി പറ്റും. അത് ഒരു ടീസ്പൂൺ ഉണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. കസൂരി മെത്തി ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ആദ്യം തന്നെ ചേർക്കണ്ട കേട്ടോ. ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. ഇതാണ് ഞാൻ പറഞ്ഞ കർണാടക സ്റ്റൈലുള്ള സൂപ്പർ കറി കേട്ടോ. അടിപൊളിയാണ്, നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടി പറ്റും. പത്തിരി ആയാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും പൂരി ആയാലും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ കറിയാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ടൻ്റെ പൊടി കുഴക്കണതൊന്നും കാണിക്കാഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, പൊറോട്ട ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. 3 എണ്ണറ്റം ചെയ്തെന്ന് തോന്നുന്നു. 3 വീഡിയോ ആയിട്ടും എൻ്റെ പൊറോട്ടൻ്റെ മാത്രമുള്ള വീഡിയോ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള. അപ്പോൾ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ പ്ലേലിസ്റ്റ് എടുത്തിട്ട് അതിൽ റൊട്ടി എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണും പൊറോട്ടൻ്റെ വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു ബോറിംഗ് ആയിരിക്കും ഒരേ സാധനം തന്നെ പിന്നെ കാണിക്കുന്ന ടൈമിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് ചുട്ടെടുക്കുകയാണ്. എൻ്റെ തവ വലുതാണ്, അപ്പോൾ 3 എണ്ണം വെച്ചിട്ട് ഒരേ സമയം ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ അപ്പുറം ഇപ്പുറമൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ, ഓയിൽ. അപ്പോൾ ഓയിൽ കുറച്ച് കുറയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. പൊറോട്ട നമ്മളെപ്പോഴും കഴിക്കുന്ന സാധനമല്ലല്ലോ, എപ്പോഴെങ്കിലല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പം കുറച്ച് എണ്ണയിലൊക്കെ മൊരിഞ്ഞ് നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ട് വരുന്ന പൊറോട്ടയാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ. നമുക്ക് പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷേ നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുക ആ ഒരു ടേസ്റ്റിലുള്ള പൊറോട്ടയാണ്. എണ്ണയൊക്കെ ഒഴിച്ച് നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരുന്ന പൊറോട്ടയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എണ്ണ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എണ്ണ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാ 3 എണ്ണം, ഫസ്റ്റത്തെ 3 ഞാൻ ചുട്ടിട്ടുണ്ട്. ഇതിനൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ പൊറോട്ട വീശുന്നത് എങ്ങനെയാണെന്നുള്ളതും വീശാണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഞാൻ പൊറോട്ടയും മൊത്തം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. കറിയും ഇവിടെ റെഡിയാക്കി വെച്ച് ഞാനൊരു വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ലാസ്റ്റ് ശേഷം മല്ലിയില ഞാൻ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുണ്ടാക്കിയ പൊറോട്ടയും കൂടെ ഇതിൻ്റെ കൂടെ വെക്കുകയാണ്. സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഇത് രണ്ടും, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റിയാണ്, സൂപ്പർ കറിയാണ്. ഇതിൻ്റെ കട്ടിയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവുക. ആവശ്യത്തിന് ഗ്രേവി ഉണ്ടാവും, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ പൊറോട്ട ഞാൻ പറഞ്ഞല്ലോ, പൊറോട്ട ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് കാണിച്ച ഈ ഒരു മട്ടൻ കറിയും ഈ പൊറോട്ടയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോയിൽ അടുത്തതിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.